അടുത്തായിട്ട് നമുക്ക് പ്രഭുദാസ് ലീലാധറിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് പരിശോധിക്കാനായിട്ടുള്ളത്. നിലവിലിപ്പോൾ മാക്സ് ഫൈനാൻഷ്യൽ സർവീസസിന് ഒരു ബൈ റേറ്റിംഗ് ആണ് നിലവിലിപ്പോൾ പ്രഭുദാസ് ലീലാധർ നൽകിയിരിക്കുന്നത്. നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 1672 രൂപ എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് നിലവിലിപ്പോൾ മാക്സ് ഫൈനാൻഷ്യൽ സർവീസസിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ടാർഗറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 1925 രൂപയുടെ ഒരു ടാർഗറ്റാണ് നിലവിലിപ്പോൾ അവർ നൽകിയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ കമ്പനിയുടെ ഒരു ഗ്രോത്ത് മൊമെൻറ്റം നിലവിലിപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ മാക്സ് ഫൈനാൻഷ്യൽ സർവീസസിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഗ്രോത്ത് മൊമെൻറ്റം ഇനിയും മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിക്കും എന്നൊരു കാര്യമാണ്. അതായത് ഒരു രണ്ടാം പാദത്തിലേക്കൊക്കെ തന്നെ കടക്കുമ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ കമ്പനിക്ക് ശക്തമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ തന്നെ നിലവിലിപ്പോൾ ബിസിനസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കമ്പനിയുടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആകർഷണീയത നിലവിലിപ്പോൾ വിപണിയിൽ സൃഷ്ടിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ ഒരു GSTയിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ തന്നെ ചെറിയ രീതിയിൽ ഒരു തിരിച്ചടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ മാക്സ് ഫൈനാൻഷ്യൽസ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു മാർജിൻസ് ഒക്കെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നിലനിൽക്കും. അതായത് ഈ ഒരു GST ഇൻപുട്ട് ടാക്സും മറ്റേ ക്രെഡിറ്റ് ഡ്രാഗും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലിപ്പോൾ മാക്സ് ഫൈനാൻഷ്യൽ സർവീസസിനെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ പ്രഭുദാസ് ലീലാധർ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്.